അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിന് കുങ്കി ആനയെ എത്തിച്ചുവെന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഇന്നലെ വനംവകുപ്പ് മന്ത്രിയുമായിട്ടും രാത്രി ഞാൻ സംസാരിച്ചു, മറ്റൊരു മന്ത്രിയുമായിട്ടും സംസാരിച്ചു. ഈ ആനയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്ന ചികിത്സയൊക്കെ തന്നെ പ്രോപ്പറാണോ എന്ന് സംശയം രേഖപ്പെടുന്ന ചില സന്ദേശങ്ങൾ എൻ്റെ വാട്സപ്പിൽ വന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഈ ആനയെ രക്ഷപ്പെടുത്താൻ വളരെ തന്ത്രപൂർവമായ, വളരെ നമ്മളൊരു ഒരു പ്രത്യാശയോടെ, ഒരു വിഷനോടെ പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയൂ എന്നാണ് വാർത്ത വരുന്നത്. ചില ആളുകളൊക്കെ, നമ്മളിപ്പോൾ മീഡിയ ഹൈലൈറ്റ്സ് കിട്ടിയ ചില ആളുകളൊക്കെ ചെയ്യുന്ന ചികിത്സാ രീതികൾ ശരിയല്ല എന്നാണ് ഈ ആനയുമായി നല്ല ബന്ധമുള്ള ഒരു സമൂഹത്തിലെ ഏറ്റവും ഉന്നത രംഗത്ത് നിൽക്കുന്ന ഒരാൾ എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു. അന്വേഷണത്തിൽ അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങളുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, ശരിക്കും ഈ ആനയുടെ കാര്യം വളരെ വളരെ ക്ലേശത്തിലും ബുദ്ധിമുട്ടിലുമാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എസ്കേൻ, തീർച്ചയായും എസ്കേൻ, ഈ ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിട്ട് ഏകദേശം ഒരു 2 മാസമാകുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ആന ഇത്രയേറെ അവശനിലയിലായതിനു ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലും വനംവകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ആനയെ പിടികൂടി ചികിത്സിക്കുക എന്ന ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ആദ്യ കുങ്കിയാനയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന കുങ്കിയാനയാണ് എത്തിയത്. ഇനി 2 ആനകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. കോന്നി സുരേന്ദ്രനും അതുപോലെ തന്നെ കുഞ്ചും, അതിൽ 3 ആനകൾ എത്തിയതിനു ശേഷമായിരിക്കും ഇതിൻ്റെ ദൗത്യം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഈ പിടികൂടുന്ന, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള കൂട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മരങ്ങൾ അത് ഇന്നലെ മൂന്നാറിലെത്തി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്തിരുന്നു. ഉച്ചയോടുകൂടി ഈ മരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് എത്തിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഉച്ചയ്ക്ക് കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമടക്കം കോടനാട് അഭയാരണ്യത്തിലെത്തും. നിലവിൽ ഈ അരിക്കൊമ്പനെ പാർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കൂടുണ്ടായിരുന്നു സ്കേൻ. പക്ഷേ ആ കൂട് കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയം സംഭവിച്ചു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പൂർണ്ണമായും തന്നെ ആ കൂട് പൊളിച്ചു നീക്കേണ്ടി വരും. ആ കൂട് പൊളിച്ചു നീക്കിയതിനു ശേഷം പുതിയ കൂട് നിർമ്മിച്ചാകും ഈ ആനയെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുക. ഈ കൂടിന്റെ നിർമ്മാണമടക്കം പൂർത്തിയാകണമെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ ആകും എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച മാത്രമാണ് ഈ ദൗത്യം ആരംഭിക്കാനാകുക. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും നാൾ ഈ ആനയ്ക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക അത് പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ആനയെ മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ വെച്ച് ചികിത്സിക്കുന്നത്. ആ സമയത്ത് തന്നെ ആനയെ പിടികൂടി ചികിത്സിക്കണം എന്നൊരു ആവശ്യമായിരുന്നു ഉയർന്നിരുന്നത്. പക്ഷേ വനംവകുപ്പ് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അത് ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല, ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും ആശ്വാസകരമായ വാർത്ത എന്നുള്ളത് ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് വനംവകുപ്പ് പറയുന്നത് ആനയെ സംബന്ധിച്ച് ആശങ്കകൾ പങ്കുവെക്കുന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാഴച്ചാൽ DFO ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഒരു ഡോക്ടറെ അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മുറിവേറ്റ ആന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ദ്രുതഗതിയിലേക്കുള്ള ആക്ഷനിലേക്ക് പോകും. പക്ഷെ ആനയെ പിടികൂടില്ല. മറ്റ് പ്ലാൻ ബി രാത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറൊരു സമാന്തര സംഘവുമായിട്ടും ഉപദേശങ്ങൾ തേടും. മാത്രമല്ല, ഈ ഇപ്പോഴുള്ള സംഘത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഈ മീഡിയ ഹൈലൈറ്റ് ചെയ്യും, ചില ആളുകൾ വളരെ പ്രശസ്തരാകും, പക്ഷേ എന്നാൽ അവർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് ഭരണത്തിലുള്ള ചില ആളുകൾ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘം ഈ അതിരപ്പള്ളിയിൽ എത്തിയതായി സൂചനയുണ്ടോ? എസ്കേൻ, എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു രണ്ടാമതൊരു സംഘത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ വെറ്റിനറി ഡോക്ടർ, വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ആനയ്ക്ക് ഇപ്പോൾ ഈ 3 ദിവസം എടുക്കും ഈ ദൗത്യം പൂർണ്ണ തോതിലേക്ക്, അതായത് ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ. അതുവരെ ആനയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യം നിലനിർത്തി പോകുന്നതിന് വേണ്ടി വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ ഇവിടെയുണ്ട്. ഇനി മറ്റൊരു സംഘത്തെ കൂടി നിയോഗിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ദൗത്യ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല കോണുകളിൽ നിന്നും ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ആനയ്ക്ക് ഇനി എത്ര ദിവസം അതിജീവിക്കാൻ കഴിയും എന്ന് സംബന്ധിച്ച് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനവും ആശങ്കയുമാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ദ്രുതഗതിയിൽ, അതായത് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്, അത് മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കും നീക്കത്തിലേക്കുമാണ് എസ്കേൻ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ഓക്കെ സൂരജ് സജി, യഥാർത്ഥത്തിൽ ആനപ്രേമിയായ ഭരണരംഗത്തെ ഒരു ഉന്നതൻ എന്നോട് സ്വകാര്യമായി സൂചിപ്പിച്ചത് ഈ യഥാർത്ഥത്തിൽ ഈ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു, ഇത്തരം പിഴവുകൾ ആവർത്തിച്ചാൽ ഈ ആന ചരിയും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ വനംവകുപ്പ് മന്ത്രിയുമായിട്ട് കുറച്ചു നേരം ഈ ആനയെക്കുറിച്ച് സംസാരിച്ചത്. കാര്യം ആന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണെന്ന് മാത്രമല്ല, അത്തരം ആന ചരിയാൻ പാടില്ല. കാര്യം ആനയ്ക്ക് ചികിത്സ കൊടുത്ത് കാട്ടിലേക്ക് പറഞ്ഞയക്കണം.
നിങ്ങൾക്കറിയുന്ന പോലെ ഈ നമ്മുടെയൊക്കെ ആനപ്രേമം മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ നമുക്കൊരു ഭാഗ്യ ചിഹ്നമായി നമ്മൾ ഒരു ആനയുടെ ചിത്രമാണ് കൊടുത്തത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും.